ഇന്നത്തെ മാർക്കറ്റിന്റെ കൂടുതൽ എക്സ്പെക്ടേഷൻസും അതിനോടൊപ്പം തന്നെ ആഗോള വിപണികളുടെ അനാലിസിസും ഒക്കെ ആയിട്ട് പതിവ് പോലെ നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. Good morning, Anla. Morning, viewers. സർ, പതിവ് പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ യു എസ് വിപണിയിലേക്ക് പോയി നോക്കാം. യു എസ് വിപണിയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ നേരിയ തോതിലുള്ള ഒരു നേട്ടം എല്ലാം തന്നെ കൈവിടുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഡൗ ജോൺസിലേക്ക് വരുമ്പോൾ 0.98% ഇടിവ് രേഖപ്പെടുത്തി 38,085.8 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിലേക്ക് വരികയാണെങ്കിൽ 0.64% ഇടിവിൽ 15,611.76 എന്ന നിലയിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സൂചികകളുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, ഇന്നലെ അമേരിക്കൻ വിപണി കുറച്ച് വീക്കായിട്ട് ഓപ്പൺ ചെയ്തെങ്കിലും ബൈ ക്ലോസിംഗ് ടൈം നമുക്ക് നല്ലൊരു ക്ലോസിംഗ് ആയിരുന്നു അമേരിക്കൻ വിപണിയിൽ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പോകുന്ന അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇന്നത്തെ വ്യാപാരത്തിലും കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും WTI ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ 83.83 എന്ന നിലയിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെൻഡിലേക്ക് വരുമ്പോൾ 89.33 എന്ന നിലയിലും. ക്രൂഡുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ക്രൂഡിന്റെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ഷോർട്ട് ടേം ട്രെൻഡ് ഒരു കൺസോളിഡേഷൻ ഫേസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. റെസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മെയിൻ ലെവൽ $84. സർ, അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിലും ഈ ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ട് $2,300 ഉള്ളിൽ തന്നെയാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലും ആ ഒരു കണ്ടീഷൻ തന്നെയാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. 0.17% വളരെ മാർജിനൽ നേട്ടം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ട്രോയ് ഔൺസിന് 2,346.4 എന്നൊരു നിലയിലാണ് വ്യാപാരം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ട് താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഈ ഒരു കമ്മോഡിറ്റിയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So, സ്വർണത്തിന്റെ കേസിൽ ദി ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് ഇപ്പോൾ ഈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. കൈവശ ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഗോൾഡിന്റെ ദി ഓൾ ടൈം ഹൈ ലെവൽ അതായിരിക്കും നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. അതോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് 22,600 എന്നൊരു ലെവലിന് മുകളിലേക്ക് ഉയരാനായിട്ട് ആഭ്യന്തര വിപണിക്ക് സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് 22,316.9 എന്ന നിലയിലായിരുന്നു. ഇൻട്രാഡേ ഹൈ നോക്കുകയാണെങ്കിൽ 22,625.95 എന്ന നിലയിൽ നിലവരെ ഉയർന്നിട്ടുമുണ്ടായിരുന്നു. ക്ലോസിംഗ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 22,570.35 നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇനി സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഒരു റാലിക്ക് തയ്യാറെടുക്കുകയാണോ നിഫ്റ്റി? നിഫ്റ്റി 50യുടെ അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ഒരു പ്രോബ്ലം അറ്റ് ദ മൊമെന്റ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50യിലെ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. And my expectation is that we will soon see a new all-time high. സർ, അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. 48,625.45 എന്നൊരു നില വരെ ഉയരുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 48,494.95 എന്ന നിലയിലാണ്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു സൂചികയിൽ താങ്കളുടെ ഫോക്കസ് ഉള്ള ഓഹരികൾ ഏതൊക്കെയാണ്? See, Nifty Bank Index undertone continues to be very much bullish. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ നമ്മളൊരു പുതിയൊരു ഓൾ ടൈം ഹൈ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. സോ പർട്ടിക്കുലർലി എൻ്റെ ശ്രദ്ധയിലെ the one stock which is continuing to be in my radar, HDFC Bank. HDFC ബാങ്കിന്റെ കേസിൽ ഇമ്മീഡിയറ്റ്ലി ഞാൻ പുതിയൊരു ഓൾ ടൈം ഹൈ അല്ല, അടുത്ത കാലത്ത് നമ്മൾ കണ്ട 1,540 റെസിസ്റ്റൻസ് ഈ ആഴ്ച ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
സർ അതിനോടൊപ്പം തന്നെ ഇന്നലെ അദാനി ഗ്രൂപ്പിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദാനി ഗ്രൂപ്പിൽ ഓഹരികളിലെല്ലാം തന്നെ ഇന്നലെ കമ്പയർ ചെയ്യുമ്പോൾ മെച്ചപ്പെട്ടൊരു പ്രകടനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും അദാനി വിൽമറിലേക്ക് നോക്കുകയാണെങ്കിൽ 0.33% നേരിയ ഒരു ഇടിവ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 342.5 എന്ന നിലയിൽ. അദാനി വിൽമറുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അതിനോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിൽ താങ്കളുടെ ഫോക്കസ് ഉള്ള മറ്റ് ഓഹരികൾ ഏതൊക്കെയാണ്? See, Adani Wilmar and Adani Total Gas, കഴിഞ്ഞ 2 sessions ആയിട്ട് we are seeing a lot of consolidation happening. Adani Wilmarന്റെ കേസിൽ my expectation is that ഇന്നല്ലെങ്കിൽ അടുത്ത 2 സെഷൻസിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. 360 രൂപയുടെ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. FMCG സെഗ്മെന്റിനെ കുറിച്ചായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ 0.6% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് FMCG സൂചിക വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. FMCG സൂചികയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു സൂചികയിൽ താങ്കളുടെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവ ഏതൊക്കെയാണ്? അല്ല, നമ്മൾ FMCG ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 2-3 മാസമായിട്ട് നമ്മൾ കനത്ത സെല്ലിംഗ് ആയിരുന്നു FMCG സെക്ടറിൽ കണ്ടത്. അതിൽ ഏറ്റവും അധികം ഇടിവ് നേരിട്ട് നാച്ചുറലി ഇറ്റ് വാസ് ഹിന്ദുസ്ഥാൻ യൂണിലീവർ. ബട്ട് കഴിഞ്ഞ 2-3 സെഷൻസിൽ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് FMCG ഇൻഡെക്സിൽ 52,400 52,400 പോയിന്റിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു മേജർ റെസിസ്റ്റൻസ് FMCG ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത് 55,200 പോയിന്റിലാണ്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരും സെഷൻസിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ സെക്ടറിൽ ഒരു സ്റ്റോക്ക് ഇസ് ITC. കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ഇറ്റ് ഹാസ് ബീൻ കൺസോളിഡേറ്റിംഗ് ആൻഡ് 440 രൂപയിൽ അതിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് താമസിക്കാതെ ബ്രേക്ക് ചെയ്യപ്പെടും. അഡാനി വിൽമറിന്റെ കേസിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. അഡാനി വിൽമറിന്റെ ഒരേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സോ അല്പം റിസ്ക് അധികമായിരിക്കും. നമുക്കധികം റിസ്ക് വേണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 355 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 355ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വി ക്യാൻ എക്സ്പെക്ട് ഗുഡ് മൊമെന്റം. മറ്റൊരു കോൺട്രേറിയൻ പൊസിഷൻ നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ബ്രിട്ടാനിയയുടെ സ്റ്റോക്സും ശ്രദ്ധിച്ചിരിക്കാം. 4,880 രൂപയിലെ ഈ സ്റ്റോക്കിന്റെ റെസിസ്റ്റൻസ് കാണുന്നത്. ഷോർട്ട് ടേം ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 200 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ബവാസ് എന്ന പ്രേക്ഷകൻ ഇമാമി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 4% ഉയർന്ന് 465 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇമാമി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നമ്മളിപ്പോ FMCG ഇൻഡെക്സ് ആൻഡ് FMCG സ്റ്റോക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇമാമിയുടെ പാറ്റേൺ നോക്കുമ്പോഴേക്ക് ഏകദേശം ഓവറോൾ FMCG സ്റ്റോക്സിന്റെ പാറ്റേൺ തന്നെ ഇമാമിയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാമിയുടെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ബട്ട് മാർച്ച് മാസത്തിൽ 420 രൂപയ്ക്ക് അടുത്തായിരുന്നു അതിൻ്റെ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തത്. ഇന്നലത്തെ സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ബട്ട് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 505 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 500 മുതൽ 505 റെസിസ്റ്റൻസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിനൊപ്പം തന്നെ ഇന്ത്യൻ ഹോട്ടൽസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വറി കൂടി എത്തിയിട്ടുണ്ട്. ഓഹരി ഇന്നലെ 5% ഇടിഞ്ഞ് 577 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഹോട്ടൽസുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? സോ ഇന്ത്യൻ ഹോട്ടൽസ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നുണ്ട്. ബട്ട് എങ്കിലും കഴിഞ്ഞ നവംബർ മാസത്തിൽ 380 രൂപയിൽ ട്രേഡ് ചെയ്തിരുന്ന ഈ സ്റ്റോക്കിൽ നമ്മൾ വി ഹവ് സീൻ എ ലോട്ട് ഓഫ് ഗെയിൻസ്. ആൻഡ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്ക് 620 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ വീക്ക് ക്ലോസിനെ തുടർന്ന് മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഈ സ്റ്റോക്കിൽ ഒരു അല്പം സെല്ലിംഗ് പ്രഷർ വരാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 570 രൂപ സ്റ്റോപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദിസ് ലെവൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക.
ഷാജി എന്ന പ്രേക്ഷകൻ അപ്പോളോ ടയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.5% നേട്ടത്തിൽ 499.05 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോളോ ടയേഴ്സിൽ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ അപ്പോളോ ടയേഴ്സ് കഴിഞ്ഞ 2 മാസമായിട്ട് കൺസോൾട്ടേഷൻ നടത്തി വരികയായിരുന്നു. ആൻഡ് ഇന്നലത്തെ സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 505 രൂപയുടെ റെസിസ്റ്റൻസ്. 505ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 540, അതിനെ തുടർന്ന് 550. മല്ലിക എന്ന പ്രേക്ഷക മദ്രാസ് ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 92.45 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മദ്രാസ് ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? സോ മദ്രാസ് ഫെർട്ടിലൈസർ, നാഷണൽ ഫെർട്ടിലൈസർ, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ ആൻഡ് FACT, ഈ 4 മേജർ പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ കമ്പനീസിലും കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് വി ആർ സീയിങ് എ ഗുഡ് കൺസോൾട്ടേഷൻ, നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ മദ്രാസ് ഫെർട്ടിലൈസേഴ്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 96 രൂപ. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ശക്തമായിട്ടൊരു മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ ലഭിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 84 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. സ്റ്റെഫിൻസൺ എന്ന പ്രേക്ഷകൻ ബർജർ പെയിന്റ്സുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.34% ഇടിവിൽ 505 രൂപ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബർജർ പെയിന്റ്സുമായി ബന്ധപ്പെട്ട താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ പെയിന്റിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ അക്സോ ഇന്ത്യ ആകട്ടെ, ബർജർ പെയിന്റ് ആകട്ടെ, ഏഷ്യൻ പെയിന്റ് ആകട്ടെ, കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് ഈ 4 സ്റ്റോക്സിലും നല്ല സെല്ലിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ അക്സോ ഇന്ത്യ ആൻഡ് ഏഷ്യൻ പെയിന്റിന്റെ കേസിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പും ഫോം ചെയ്തു വരുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ബർജർ പെയിന്റ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് വന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബർജർ പെയിന്റ്സിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. തൽക്കാലം ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സർ, മധു എന്ന പ്രേക്ഷക M&Mമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% നേട്ടത്തിൽ 2092.35 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. M&Mമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? So M&M long-term trend is very much bullish. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ്. ബട്ട് M&M അതുപോലെ തന്നെ മാരുതിയുടെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ഒത്തിരി ദിവസങ്ങളിൽ നമുക്ക് ഒത്തിരി നേട്ടം കിട്ടിക്കഴിഞ്ഞു. സോ ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് 2125. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ആ ലെവലിൽ നിന്നും 100 മുതൽ 150 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ IRFCയുമായി ബന്ധപ്പെട്ടൊരു ക്വറിയാണ് രഞ്ജിത്ത് എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1% നേട്ടത്തിൽ 150.35 എന്ന നിലയിലാണ്. IRFCയുമായി ബന്ധപ്പെട്ട് ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ IRFC കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ഇറ്റ് ഹാസ് ബീൻ അണ്ടർഗോയിങ് എ കൺസോൾട്ടേഷൻ. ആൻഡ് കഴിഞ്ഞ 10 ദിവസത്തിനിടെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ടൊരു ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ 154 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 10 മുതൽ 15 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സർ, ദീപു എന്ന പ്രേക്ഷകൻ RVNLയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.72% നേട്ടത്തിൽ 286.3 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. RVNLിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്താണ്? സോ RVNLന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ 10 ദിവസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 245 രൂപയിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് ഇന്നലെ നമുക്ക് 292 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. നാച്ചുറലി സ്റ്റോക്ക് ഇസ് ഡ്യൂ ഫോർ എ പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. എസ്പെഷ്യലി നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ
അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 260 രൂപ. കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. സർ, ധാരാളം പ്രേക്ഷകർ ജിയോ ഫിന്നുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റായി 382.5 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിയോ ഫിന്നുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്? സോ ജിയോഫിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 390 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത റെസിസ്റ്റൻസ് 400-ഉം അതിനെ തുടർന്ന് 410-ഉം അതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 420 രൂപയിലും ആയിരിക്കും റെസിസ്റ്റൻസ്. സ്മിത എന്ന പ്രേക്ഷക ഭാരത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയിൽ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 237.35 എന്ന നിലയിലാണ്. ഭാരത് ഇലക്ട്രോണിക്സിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്താണ്? കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു വീക്ക്നെസ്സും അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 240, അതിനെ തുടർന്ന് 250, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 260 രൂപയിലും ആയിരിക്കും ഇതിന്റെ റെസിസ്റ്റൻസസ്. ജോസഫ് എന്ന പ്രേക്ഷകൻ ടാറ്റ എലക്സിയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയിൽ ഇന്നലെ 0.84% നേട്ടത്തിൽ 7089.45 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാറ്റ എലക്സിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ എലക്സി ഏകദേശം ഒരു 10-12 ദിവസങ്ങൾക്ക് മുൻപ് നമുക്ക് നല്ല ബുള്ളിഷ് സെറ്റപ്പ് നൽകിയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ബുള്ളിഷ് സെറ്റപ്പിൽ ഈ സ്റ്റോക്കിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിച്ചില്ല. ആൻഡ് വീണ്ടും ഈ സ്റ്റോക്ക് കനത്ത സെല്ലിംഗ് ആയിരുന്നു നേരിട്ടത്. അതിനെ തുടർന്ന് വീണ്ടും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷായി മാറിയിരിക്കുകയാണ്. ബട്ട് ഈ കനത്ത സെല്ലിങ്ങിനെ തുടർന്ന് വി ക്യാൻ എക്സ്പെക്ട് ഷോർട്ട് കവറിംഗ്. ഈ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 7350-ഉം അതിനെ തുടർന്ന് 7550-ലും ആയിരിക്കും. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ പേടിഎമ്മുമായി ബന്ധപ്പെട്ടൊരു ക്വറി കൂടി എത്തിയിട്ടുണ്ട്. പേടിഎമ്മിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 1% അടുത്ത് ഇടിവിൽ 378.9 എന്നൊരു നിലയിലാണ്. പേടിഎമ്മിൽ ഇനി മുന്നോട്ടേക്ക് ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി പേടിഎമ്മിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷായി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 440 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. സർ, രഞ്ജിത്ത് എന്ന പ്രേക്ഷകൻ ട്രിഡന്റുമായി ബന്ധപ്പെട്ടുള്ള തങ്ങളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഓഹരി ഇന്നലെ 0.5% നേട്ടത്തിൽ 40.15 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ട്രിഡന്റിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിങ്ങിൽ 41 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി ഒരു റെസിസ്റ്റൻസ് 42 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 45-ഉം അതിനെ തുടർന്ന് 48 രൂപയിലും ആയിരിക്കും. മെയിൻ ആയിട്ട് ഈ സ്റ്റോക്കിൽ ഓർക്കേണ്ട ഒരു കാര്യം, ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സർ, ഏതായാലും മാർക്കറ്റ് പ്രസന്റ് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. വീണ്ടും പ്രദീപ് സാർ നമ്മളൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഏതായാലും മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ അനാലിസിസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.